ഹലോ, വെൽക്കം ടു ആൽഫാസ് വെറോൺ കഫേ. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഒരു ദിവസവും പിന്നെ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകുന്നതും കാണിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയില്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നലെ അരച്ചു വെച്ച നമ്മുടെ ഇഡ്ഡലി മാവ് കണ്ടോ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയൊന്നും അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല, കണ്ടോ, പാത്രം നിറഞ്ഞു വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് പൊന്തി വരും. ഞാനൊരു ചൂടുവെള്ളം ഒന്നും വെച്ചിട്ടില്ല, ഇവിടെ നല്ല തണുപ്പാണ്, എന്നിട്ട് പോലും പൊന്തി വന്നു, കണ്ടോ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് മിക്സ് ഇങ്ങനെ കാണിക്കാവേ തവയും കൊണ്ട്. ഇതുണ്ടോ നമ്മുടെ മാവ്, ഇതിപ്പം ഇളക്കുമ്പം താഴോട്ട് പോകും എല്ലാം കൂടെ, കണ്ടോ. ഇതിനിപ്പം ഞാൻ ഒരു 2-3 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അരച്ച് വെച്ചത്. അരയ്ക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒന്നിച്ച് അരച്ച് വെക്കുകയോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ചുടുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടത് മാത്രമേ എടുക്കത്തുള്ളൂ. ഇപ്പം എല്ലാം കൂടെ ഒന്നിച്ച് ചുട്ടിട്ട് ബാക്കി എടുത്ത് വെക്കത്തില്ല. നമുക്ക് ആവശ്യത്തിന് മാത്രമേ നമ്മൾ മാവ് എടുക്കത്തുള്ളൂ. ഇത് കണ്ടോ, നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വെക്കേണ്ട പാത്രത്തിലോട്ട് ഞാൻ മാറ്റും. പിന്നെ ചുട്ട് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ചുടുമ്പം നമ്മുടെ ഈ തവി പിന്നെയും നമ്മൾ കല്ലേ പരത്തിയിട്ട് പിന്നെയും മാവിലോട്ട് നമ്മൾ ചൂട് തട്ടുമ്പോൾ മാവ് വെന്ത് പോകും. അപ്പോൾ നമുക്ക് എത്ര വേണോ അത്ര മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചുടാൻ നേരത്ത് ഫ്രിഡ്ജിൽ നിന്ന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എടുത്തു വെക്കണം. ഇവിടുത്തെ തണുപ്പിൻ്റെയാണ് ഞാൻ പറയുന്നത്, ചിലപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. 1 മണിക്കൂർ മുമ്പ് ഞാൻ എടുത്തു വെക്കാറുണ്ട് മാവ്. എന്നിട്ട് നമുക്ക് ആ പാത്രത്തിലും ഞാൻ എടുക്കാറില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എത്ര വേണോ അത്ര മാത്രം നമ്മൾ ഊറ്റിയെടുത്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാം. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ മാവിനൊരു കേടും വരാറില്ല. അപ്പോൾ നല്ല ഒരു പാത്രത്തിൽ എടുത്തു വെക്കണം. അതായത് എയർ ടൈറ്റ് ഉള്ള ഒരു പാത്രം ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ മാവ് എടുത്തു വെക്കുന്നത്. അപ്പോൾ ഞാൻ അത് എടുത്തു വെക്കുന്ന പാത്രം ഏതാണെന്ന് കാണിക്കാം കേട്ടോ. കണ്ടോ, ഈ പാത്രത്തിലാണ് ഞാൻ എടുത്തു വെക്കുന്നത്. എന്നിട്ടും നമ്മുടെ മാവുണ്ട്. നമ്മൾ 3 ഗ്ലാസ് അരിയും 1 ഗ്ലാസ് ഉഴുന്നുമാണ് നമ്മൾ ചേർത്തേക്കുന്നത്. ഇനിയും ഉണ്ട് 2 ദിവസത്തേക്കുള്ള മാവ് പാത്രത്തിൽ. അപ്പം ഞാൻ അതും കുറച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണ്. ഞാനിന്ന് നിങ്ങൾ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കി കാണിക്കുക ഇതേ മാവിൽ തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് വേറെ ഒന്നും ചേർക്കുന്നില്ല. എല്ലാത്തിനും ഞാൻ ഈ മാവ് ഇത് തന്നെ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇഡ്ഡലിക്ക് കുറച്ച് കൂടുതലായിട്ടോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. രണ്ടിനും ഒരേ മാവ് എടുക്കുന്നത്. ഇപ്പം ഞാൻ കാണിക്കാം. അതും കൊണ്ട് ചുട്ടിട്ട് ഇനി എനിക്ക് കുറച്ചും കൂടെ മാവ് മാറ്റാനുണ്ട് കേട്ടോ. ഈ ഒരു പാത്രം വലിയ പാത്രം, അത് കഴിഞ്ഞിട്ടും ബാക്കി എൻ്റെ പാത്രത്തിലുണ്ട്, കണ്ടോ, ഇത്രയും മാവ് ബാക്കിയുണ്ട്. അപ്പം ഇങ്ങനെ അരച്ച് നമ്മൾ നല്ല പാത്രത്തിൽ എടുത്ത് വെക്കുവാണെങ്കിൽ നമ്മൾ എന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഫ്രിഡ്ജിൽ വൃത്തിയായിട്ട് ഇരുന്നോളും. ഇതാണ് അതിൻ്റെ അടപ്പ്, കണ്ടോ. ഇത് ടൈറ്റായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. കണ്ടോ, ഞാൻ ആ മാവ് 2 പാത്രത്തിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ. നല്ല ടൈറ്റുള്ള പാത്രമാണ്. ഇതൊരു പാത്രം മേടിക്കുവാണെങ്കിൽ നമുക്ക് ദോശമാവൊക്കെ എടുത്ത് വെക്കാം. പിന്നെ ഞാൻ ഇതേ പാത്രത്തിൽ തന്നെ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്ത് വെക്കുന്നത്. ഞാനിപ്പം എന്നും തേങ്ങയൊന്നും ചിരണ്ടത്തില്ല. കുറച്ച് കൈക്കൊക്കെ വേദനയുള്ളതുകൊണ്ട് ഒന്നിച്ച് ചിരണ്ടി വെക്കുകയോ ചെയ്യുന്നത്. ചേട്ടായി ചിരണ്ടി തരുന്നത്. കടയിൽ ഗ്രൈൻഡർ ഉണ്ട്, ചിലപ്പം കടയിൽ പോയിട്ട് ചിരണ്ടി വെക്കും, കൊണ്ടുവരും. അങ്ങനെ ഞാൻ എടുത്തു വെക്കും. ഒരു കേടും വരാറില്ല കേട്ടോ, ഒരു ചൊവയോ ഒന്നും വരത്തില്ല. എയർ ടൈറ്റുള്ള ഒരു ഇതിൽ വെച്ചാൽ മതി തേങ്ങ കേട്ടോ. നമുക്ക് എന്നും ചിരണ്ടേണ്ട ഒരാവശ്യവുമില്ല. അപ്പോൾ ഇതുണ്ടോ, നമ്മുടെ മാവ് ഇത്രയുണ്ട്. മാവ് ഇതുണ്ട്, എന്നിട്ടും ബാക്കി ഇത്രയും മാവുണ്ട്. നന്നായിട്ട് പൊന്തി വന്നാൽ നമുക്ക് നന്നായിട്ട് മാവ് ഇങ്ങനെ വരും, നല്ല ഇതായിട്ട്, കണ്ടോ. അപ്പം നമ്മുടെ മാവ് ഇനി ഇത്ര ഇരിപ്പുണ്ട്. എന്നിട്ടും ഇതെനിക്ക് അധികമാണ്. ഇനി ഒരു പാത്രത്തിൽ കൂടെ മാറ്റണം. ഇത് അരി ഇടുന്നതൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിലാണ് ഇട്ടത്. ഇത് 2ാമത്തെ വീഡിയോ ആയിട്ട് അരച്ചെടുക്കുന്നതൊക്കെ കാണുന്നത്. ചോദിച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. ദോശ റെസിപ്പി ഇടാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. എല്ലാവർക്കും അറിയാം, എന്നാലും പറഞ്ഞതുകൊണ്ട് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാൻ പോവാട്ടോ. അപ്പം ഞാൻ ഇഡ്ഡലി ആദ്യം ഉണ്ടാക്കുന്നത്, ഞാൻ ദോശയും കൂടെ കാണിക്കാം. ഇന്നത്തെ ഞാൻ പേപ്പർ പോലെയുള്ള ദോശയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അതൊന്ന് കൊച്ചിന് ഭയങ്കര ഇഷ്ടം. അത് കുറച്ച് നെയ്യും കൂടെ അതിന് മുകളിലാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചട്നിയൊന്നും വേണ്ട. അപ്പം അല്ലാതെ നമ്മൾ ചമ്മന്തിക്ക് കഴിക്കുന്നില്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത്, അതും ഈ മാവിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുണ്ടോ. അപ്പം ഞാൻ ഇഡ്ഡലി പാത്രത്തിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ തൂത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി മാവ് ഒഴിക്കാൻ പോവാണ്. ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം തിളയ്ക്കുന്നുണ്ട് ഇഡ്ഡലിയുടെ. അപ്പോൾ ഇത് നിറച്ചൊന്നും ഞാൻ പാത്രത്തിൽ മാവ് ഒഴിക്കത്തില്ല കേട്ടോ.
നിറച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതി. ഞാൻ ഇത്ര ഒഴിക്കാറുള്ളൂ, അത് പൊന്തി വരും. ഞാൻ ആയിക്കഴിയുമ്പോൾ കാണിക്കാം കേട്ടോ. കണ്ടോ, ഞാൻ ഇപ്പം മാവ് ഒഴിച്ച്, ഞാൻ നിറച്ചൊന്നും ഒഴിച്ചിട്ടില്ല, മുക്കാൽ ഭാഗം മാത്രമേ മാവ് ഒഴിച്ചിട്ടുള്ളൂ. ഇത് പൊന്തി വരും കേട്ടോ, നമുക്ക് കാണിക്കാം ആയിക്കഴിയുമ്പോൾ. നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. കണ്ടോ, നല്ല പഞ്ഞി പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഞാൻ അധികം മാവ് ഒഴിക്കത്തില്ല എന്ന്. ഇതാണ് നമുക്ക് പാകം. ഇത് കണ്ടോ, നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റാണ്. അപ്പം അതേ മാവ് വെച്ചിട്ട് തന്നെ ഞാനിവിടെ ദോശയും ചെയ്യുന്നുണ്ട്. കണ്ടോ, ദോശത്തിന് മുകളിൽ നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നെയ്യ് ദോശയായിട്ട് എടുക്കാം. ഇതുണ്ടോ, ഞാൻ ഇതിന് മുകളിൽ ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇതൊന്ന് പപ്പടം പോലെ ആയി വരും. ഇത് ആൽഫക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന കേട്ടോ, അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതുണ്ട്, നമ്മുടെ ദോശ നല്ല പപ്പടം പോലെ ആയി വരുന്നുണ്ട്. ഞാൻ ഇച്ചിരി തീ കുറച്ച് വെച്ചായിരുന്നു അത് കാണിക്കാൻ വേണ്ടി, അതുകൊണ്ട് എങ്ങനെ ആയിപ്പോയത്. ഇത് നല്ല ഉണങ്ങി നല്ല പപ്പടം പോലെ ആവും. ഇനി ഞാൻ സാധാരണ ദോശയും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതേ മാവിൽ ഇതാണ് ഞാൻ പറഞ്ഞ മസാല ദോശ പോലെ, നെയ് റോസ്റ്റ് പോലെയൊക്കെ നമുക്ക് ആക്കിയെടുക്കാന്ന്. ഇതുണ്ട്, ഇതിങ്ങനെയായി. ഇനി അടുത്ത ദോശ ഞാനൊന്ന് കാണിക്കാം കേട്ടോ. ഇതിന് മാവ് അരയ്ക്കുന്നതും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കി, പറഞ്ഞത് കൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോട്ടോ. ഇത് നമ്മുടെ സാധാരണ ദോശ കണ്ടോ. ഇതിപ്പോൾ നമ്മുടെ ഇരുമ്പ് കല്ലില്ലേ, നമ്മുടെ ദോശക്കല്ല്, അതിൽ ചുടുവാണെങ്കിലും കുറച്ചും കൂടെ നല്ലതാട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ ചുട്ട് കാണിക്കുന്നത്. അതിൽ ചുടുവാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്നില്ല, അതുപോലത്തെ ഒരു ദോശയാക്കി നമുക്ക് എടുക്കാം. നമ്മുടെ ദോശ ആയിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറ്റേ ദോശ നമ്മൾ മറിച്ചിട്ടിട്ടില്ല, ഞാൻ പറഞ്ഞില്ല നെയ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ മുകളിൽ ഇച്ചിരി എണ്ണ ഇട്ടിട്ടുണ്ട് കേട്ടോ, വെളിച്ചെണ്ണ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് മറിച്ചിട്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നലത്തെ സാമ്പാർ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെള്ള ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ മറിച്ചിട്ടു, ദോശ ആയിട്ടുണ്ട്. ഞാനത് കാണിക്കാം കേട്ടോ. ഇതുണ്ടോ നമ്മുടെ അടുത്ത ദോശ. ഞാൻ പറഞ്ഞില്ല എല്ലാം ഞാൻ ഒരേ മാവ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന്. ഇതുണ്ടോ, ഇത് നമ്മുടെ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയില്ലേ, നമ്മുടെ മത്തങ്ങ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്, അതാണ് ഇത് സോഫ്റ്റ് ദോശ. പിന്നെ നമ്മുടെ ഇഡ്ഡലി, ഇതെല്ലാം ഒരേ മാവിലാണ് ഞാനിപ്പോൾ ചെയ്തത്. നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഞാൻ അരയ്ക്കുന്നതും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അരി ഇടുന്നതൊക്കെ വേറൊരു വീഡിയോയിലാണ്, അത് നിങ്ങൾ കാണണം. അപ്പോൾ ഇതുണ്ടോ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ഇന്ന് ഞങ്ങൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ദോശ കാണിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ ഞങ്ങൾ ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട്, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയും ചമ്മന്തി കണ്ടോ, വെള്ള ചമ്മന്തി നമ്മുടെ, പിന്നെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നമ്മൾ ചായ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ആൽഫയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ നെയ്യിട്ട ദോശ വേണമെന്ന്, അതാണ് അവൾ കഴിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഒരു കറിയും വേണ്ട. അപ്പോൾ ക്ലാസ്സിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ വന്നതാണ് കഴിക്കാൻ വേണ്ടി. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാട്ടോ. അപ്പം ഞങ്ങൾ കഴിക്കുവാണ്. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും കൂട്ടി ഞങ്ങൾ കഴിക്കും. ഞാൻ കഴിക്കുവാണ്. നമുക്ക് കഴിച്ചിട്ട് ബാക്കി കാണാം അല്ലേ. അപ്പം നമ്മൾ വെള്ളത്തിലിട്ട ഇതൊരു 3 കപ്പ് അരിയും 1 കപ്പ് ഉഴുന്നുമാണ്. പിന്നെ നമ്മളൊരു 1/4 ടീസ്പൂണ് ടേബിൾ സ്പൂണ് ഉലുവ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്, അരിക്കകത്ത്. പിന്നെ 1 കപ്പ് നമ്മുടെ വൈറ്റ് റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ചോറ്. അപ്പോൾ ഇതാണ് ഞാൻ ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാം എടുക്കുന്ന മാവ്. വെള്ളം അധികം ആക്കുന്നില്ല, എന്നാൽ ഞാൻ ഈ ഒരു ഞാൻ അരച്ചെടുക്കുന്ന പരുവത്തിൽ തന്നെയാണ് ദോശ ഇഡ്ഡലി എല്ലാം ഞാൻ ചുട്ടെടുക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് അരിയും 1 ഗ്ലാസ് ഉഴുന്നും 1/2 കപ്പ് ചോറും 1/2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടിയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പം ഞാൻ ആദ്യം നമ്മുടെ ഉഴുന്ന് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ രാവിലെ കഴുകി വെള്ളത്തിലിട്ട ഉഴുന്നാണ്. അപ്പോൾ ഈ വെള്ളമാണ് നമ്മൾ അരയ്ക്കാൻ എടുക്കേണ്ട ഉഴുന്നിൻ്റെ. നന്നായിട്ട് കഴുകിയതാണ്. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ. ഉഴുന്നിൻ്റെ വെള്ളം നമ്മൾ കളയാൻ പാടില്ല. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഈ ചോറും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉഴുന്നും ചോറും ഞാൻ ആദ്യം അരച്ചെടുക്കും കേട്ടോ. ഉഴുന്ന് മുഴുവനും ഇട്ടിട്ടില്ല, മുഴുവനും ഇട്ടാൽ നമുക്ക് അരയ്ക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു 1/4 ഭാഗം ഇട്ടിട്ടുണ്ട്. ഈ വെള്ളം തന്നെയാണ് ഒഴിച്ചും കൊടുത്തേക്കുന്നത്. അപ്പോൾ വെള്ളം നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിലാണ് ഞാൻ മാവ് അരച്ച് വെക്കുന്നത് കേട്ടോ. ഈ ചെരുവത്തിനകത്ത് ചിലപ്പം പുളിച്ച് പൊന്തി പോകാൻ വഴിയുണ്ട്. അപ്പം ഞാൻ ഈ ചെരുവത്തിനകത്ത് വെക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുക്കട്ടെ.
അപ്പോൾ നമ്മുടെ ഉഴുന്ന് അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അരി അരയ്ക്കാൻ പോയതിനകത്തോട്ട് ഉഴുന്നെല്ലാം നമ്മൾ അരച്ചെടുത്തു. ഇനി നമുക്ക് നമ്മുടെ അരിയും കൂടി അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഞാൻ അരച്ചു കഴിഞ്ഞു കേട്ടോ. ഉഴുന്നും അരിയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ അടിച്ച് വേണം വെക്കാനാണ്. തവയും കൊണ്ട് ഇളക്കിയാലൊന്നും അത്ര സോഫ്റ്റ് ഒന്നും ആവില്ല. കൈ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ കൈ നല്ലതായിട്ട് കഴുകിയിട്ട് നമ്മൾ ഈ കൈ കൊണ്ടൊന്ന് ഇതൊന്ന് മാവൊന്ന് അടിച്ച് ഇങ്ങനെ പതച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് ദോശ ഇഡ്ഡലിയൊക്കെ വരും. അപ്പം ഇത് ഞാൻ ഇന്ന് രാത്രിയാണ് ഇതിപ്പോൾ അരച്ച് കലക്കി വെക്കുന്നത്. നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊളിച്ചു വരും. അപ്പം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇതാക്കിയാൽ മാത്രമേ നല്ലോണം നമുക്ക് ദോശയും ഇഡ്ഡലിയൊക്കെ സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. തവിയും കൊണ്ടൊന്നും ഇളക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ കൈ കൊണ്ട് തന്നെ നമ്മുടെ കൈ നന്നായിട്ട് കഴുകുക നമ്മൾ ചെയ്യും. നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിയതല്ല, ഇവിടുന്ന് വിട്ടുപോയതുണ്ടോ? ഇതൊന്ന് കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കാണിക്കാൻ വേണ്ടി പോവാണ്. ഇതെന്താ പറ്റിയെന്ന് അറിയില്ല. ഞാൻ പോവാണ്. അപ്പം പോയിട്ട് വരാം. അപ്പോൾ ഇപ്പം പെട്ടെന്ന് ഞാൻ ചോറ് ഇട്ടു. ചോറ് വേകാറായി. എന്നുവെച്ചാൽ ഇന്ന് നമ്മളൊന്ന് പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. ടീച്ചറിൻ്റെയും സാറിൻ്റെയും കൂടെ ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്താണ്, കുറച്ച് ദൂരമേ ഉള്ളൂ. എനിക്ക് ശരിക്കും അറിയത്തില്ല അവിടെ പോയിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്നും. അപ്പം ഞാൻ വിചാരിച്ച് വേഗം ഒന്ന് ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ഒരു ബീൻസ് തോരനും ചൂരമീനുണ്ട്, അപ്പം അതൊന്ന് പറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ നമ്മുടെ സാമ്പാർ ഇരിപ്പുണ്ട്. അപ്പം ഇത്രയൊക്കെ മതി. പിന്നെ പോകാൻ നേരത്തെ ഇച്ചിരി സ്നാക്സ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ അവിടെ പോയിട്ട് ചായയൊക്കെ കുടിക്കാനാണ്. നമ്മൾ പുറത്തൊന്നും കഴിക്കുന്നില്ല. അപ്പം ഫ്ലാസ്കിനകത്ത് ഇച്ചിരി കട്ടൻ കാപ്പിയും ഇച്ചിരി പഴംപൊരിയും 2-3 മുട്ട എടുത്തിട്ട് ഒരു മുട്ട ബജിയും കൂടി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇത്രയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ വേഗം എൻ്റെ പണിയൊക്കെ തീർക്കട്ടെ. പിന്നെ വീട്ടിൽ കുറേ പണിയുണ്ട്. തുണിയെല്ലാം വലിച്ചു വാരി ഇട്ടേക്കുവാണ്, എല്ലാം മടക്കി വെക്കാൻ വേണ്ടി. അപ്പം അതെല്ലാം ചെയ്യാനുണ്ട്. അപ്പം വണ്ടി നന്നാക്കാൻ വേണ്ടി ചേട്ടായി പോയിട്ട് വന്നിട്ടില്ല. അപ്പം ഞാൻ വേഗം എൻ്റെ പണിയെല്ലാം തീർത്തിട്ട് കാണിക്കാം. ഇന്നത്തെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. എന്നും റെസിപ്പി കാണിച്ചാൽ നിങ്ങൾക്ക് ബോറാവൂലേ. അപ്പം ഞാൻ മീൻകറിയും ഒന്നും വെക്കുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചൂര ഒന്ന് നമ്മൾ പുളിമുളക് ഇട്ട് പറ്റിക്കത്തില്ലേ, അങ്ങനെ ചെയ്തതാണ്. കുറച്ച് ചാറുണ്ട് കേട്ടോ, കുറച്ച് മാത്രം. പിന്നെ നമ്മുടെ ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്നലത്തെ ഇച്ചിരി മോരുകറി ഇരിപ്പുണ്ട്. അതുകൊണ്ട് സാമ്പാറും ഉണ്ട്. സാമ്പാർ എടുക്കുന്നില്ല, ദോശയ്ക്കൊക്കെ മതി. പിന്നെ നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ച് മുട്ട ബജി ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പോകുമ്പം നമുക്ക് ചായക്ക് വേണ്ടിയിട്ടാണ്, അവിടെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. ചേട്ടാ വണ്ടീൻ്റെ അടുത്ത് പോയിട്ട് ഇതുവരെയും വന്നിട്ടില്ല. വന്നിട്ട് വേണം നമുക്ക്, ഞാനിപ്പോൾ കുളിക്കാൻ പോകാൻ വേണ്ടി നോക്കാൻ വേണ്ടി 2 മണിയാകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ചടപടാന്ന് ചോറും കറിയൊക്കെ ആക്കുകയോ ചെയ്ത് ചോറ് ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. കൊച്ചിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല. അപ്പം ഉരുളക്കിഴങ്ങും പിന്നെ മുട്ട ബജിയും റെഡി ആയിട്ടുണ്ട്. അപ്പം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി ഞങ്ങൾ ചോറുണ്ണാൻ പോവാണ്. എന്നിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാട്ടോ. ഹായ്. അപ്പം ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞു. ഞാൻ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. കുളിയും കഴിഞ്ഞു. ഇപ്പം പോകാൻ വേണ്ടി ടീച്ചർ സാറും വരും. അപ്പം ചേട്ടായി കുളിക്കാൻ പോയി. ഞാൻ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഭക്ഷണം ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചൂരക്കറിയും ബീൻസ് തോരനും ഇന്നലത്തെ ഇച്ചിരി മോരുകറിയും പിന്നെ സാമ്പാർ എടുത്ത് വെച്ചിട്ടുണ്ട്. വേണമെന്നില്ല, ചുമ്മാ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കറി. ഇപ്പോൾ വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് പോകണം. ഇപ്പോൾ അവരെത്തും. പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുട്ടയൊക്കെ ആക്കിയിട്ടുണ്ടല്ലോ, ബജ്ജി. ഇപ്പോൾ ആൽഫ ക്ലാസ് കഴിഞ്ഞ് വന്നവിടെ വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചു. അവർക്ക് കുറച്ച് സമയം വേണമല്ലോ, അപ്പം മെല്ലെ ഇരുന്ന് കഴിക്കത്തുള്ളൂ. അപ്പം ഞാൻ നേരത്തെ കൊടുത്തു. അപ്പോൾ അവരുടെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 പേരുള്ള കഴിക്കാം. നമുക്ക് പോകുന്ന കാണിക്കാം കേട്ടോ. അപ്പം നമ്മളിന്ന് പുറത്ത് പോകാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ല. അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ്. ടീച്ചറിനെ സാറിന് വെയിറ്റ് ചെയ്യുക. നമ്മൾ പോകുന്ന സ്ഥലം ഏതാന്ന് വെച്ചാൽ ദൊഡ്ഡാൽമരം, കെങ്കേരിയ. ഞങ്ങൾ പോയിട്ടില്ല, ടീച്ചർ സാറും പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങോട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അപ്പൊ നമുക്ക് പോയിട്ട് സാറും ടീച്ചറും ഇപ്പം താഴെ എത്തും. അവരുടെ കൂടെ നമുക്ക് ഇപ്പൊ സാറും ടീച്ചറും ഇവിടെ എത്തിയിട്ടുണ്ട്. സാറ് വണ്ടിയിൽ തന്നെ ഇരിക്കുവാണ്. വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് ടീച്ചർ വീട്ടിലോട്ട് വന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് ഇറങ്ങും. ടീച്ചർ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ലെഫ്റ്റിലാണുള്ള ഞങ്ങൾ വീട്ടിലോട്ടെത്തി. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു തോട്ടത്തിലോട്ട് വന്ന ചെടിത്തോട്ടം.
ചെടിയുടെ പൂങ്കാവനം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എത്തിയിരിക്കുന്നു. നോക്കൂ, ഒരു ട്രീ ഇത് ചെയ്തേക്കുന്ന ആ ട്രീയുടെ രംഗ് റൗണ്ട് 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 ചെയ്ത് ഒരു ട്രീ കയറി വരുന്നിടത്ത്. പിന്നെ ഇത് വേറൊരു മോഡല്. വേറൊരു മോഡല്. ഇവിടെ ഫുള്ള് ട്രീയുടെ ഇതാണ്. പലതരം ഉള്ള ട്രീകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ക്രിസ്മസ് ട്രീ. ഇവിടെ ഒരു വ്യത്യസ്തമായ ഗാർഡൻ ആട്ടോ. ഞങ്ങൾ എത്രയോ ഗാർഡനിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇത് അതുപോലെ ഒന്നുമല്ല. എനിക്കൊന്ന് ഇവിടെ നിന്ന് കയറ്റുമതിയും ചെയ്യുന്നുണ്ടെന്ന് അവർ പറഞ്ഞ്. കണ്ടോ ഓരോ ഇലച്ചെടികൾ, ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിതൊക്കെ ചോദിച്ചപ്പോൾ നല്ല പൈസയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ഒരു ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, നമ്മൾ ഇതുവരെയും കാണാത്ത പോലത്തെ ഒക്കെ. പിന്നെ പല പോട്ടുകളില്ലേ ചെടി വെക്കുന്ന, അതുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആന്തൂറിയ കേട്ടോ. എന്ത് നല്ല ഭംഗിയാണെന്നറിയോ കാണാൻ. ഇത് മുഴുവനും ഇവിടുത്തെ ഇങ്ങനെ നമ്മുടെ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യില്ലേ വീടിൻ്റെ അകത്തൊക്കെ. കണ്ടോ വെള്ളമൊക്കെ ഒഴുകി വരുന്ന സ്റ്റാച്യൂവിൽ നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനത്തെ ചെടിച്ചട്ടികളും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മുഴുവനും. അപ്പോൾ ഒരു വ്യത്യസ്തമായ ഗാർഡൻ തന്നെ നമുക്ക് പറയാം. അതുപോലെ വെറൈറ്റി പൂക്കളും ചെടികളുമാണ് ഇവിടെ ഉള്ളത്. ഇതുണ്ട് രാമ. നമുക്ക് കുളമൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടും. അതിനകത്ത് നമുക്ക് ഈ ആമേനെയൊക്കെ കൊണ്ടിടുകയൊക്കെ ചെയ്യാം. നല്ല രസമായിരിക്കും. പിന്നെ ഇവിടെ പല പല പോട്ടുകളുണ്ട് കേട്ടോ. സിമെൻറ്റിൻ്റെയും ഫൈബറിൻ്റെയും വെയിറ്റ് ഇല്ലാത്തതും അങ്ങനെ പല മോഡലായിട്ടുള്ളതുണ്ട്. പിന്നെ ഭരണി പോലത്തെ അതൊക്കെ ഇവിടെ കിട്ടും. അപ്പം നമ്മൾ വന്നേക്കുന്ന ഗാർഡനാണ് കേട്ടോ ഇത്. ഈ ഒരു ഗാർഡനിൽ ഒരു വ്യത്യസ്തമായ കാഴ്ചകളാണുള്ളത്. കണ്ടോ ഈ നമ്മൾ ചെടി വെക്കുന്ന പോട്ടുകളൊക്കെ എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. അതനുസരിച്ച് വിലയും കൂടെ ഉണ്ട് കേട്ടോ. കണ്ടോ നമ്മുടെ പോട്ടുകൾ നല്ല നമ്മുടെ പുഴക്കല്ലില്ല, പുഴക്കല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്തതാണ്. കണ്ടോ നമ്മുടെ പണ്ടത്തെ കൽഭരണി എന്നൊക്കെ പറയും, അതുപോലെ ഉണ്ട്. കണ്ടോ മുഴുവൻ ഈ ഏരിയ മുഴുവൻ ഇങ്ങനെ ഭരണികളാട്ടോ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു, നാട്ടിലൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു നമ്മൾ വെള്ളമൊക്കെ നിറച്ച് വെക്കുന്ന കൽഭരണി, അതുപോലത്തെ ഒരു ഭരണിയാണ്. പക്ഷെ അതുപോലെയല്ല, അവർ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. നമ്മുടെ പുഴക്കല്ലൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചേക്കുന്നു. അപ്പോൾ ഇവിടെ കണ്ടോ നിറയെ സ്റ്റാച്യൂകളാണ്. ഇങ്ങനെ കുറേ ഉണ്ട് നോക്കത്താ ദൂരത്ത്. കണ്ടോ ഇതെല്ലാം അത് തന്നെയാണ്. പിന്നെ ഇവിടെ എല്ലാം നമ്മുടെ ചെടി വെക്കുന്ന പോട്ടുകളാണ്. കണ്ടോ ഇതെല്ലാം അത് തന്നെയാണ്. ഇതിൻ്റെ ചെറിയതൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ട ചെറിയ ഭരണികൾ വേണ്ട, ചെറിയ സൈസ് ഭരണി. ഇത് തന്നെയാണ് ഏരിയ മുഴുവനും അത് തന്നെയാണ്. കണ്ടോ ഒത്തിരി ഉണ്ട് ഇത് തന്നെ. പിന്നെ നമ്മുടെ ഇങ്ങനെ വലിയ സൈസും ഉണ്ട്. പിന്നെ അതല്ലാതെ നമ്മുടെ ഇങ്ങനെ ബേസൻ പോലെയൊക്കെ ഇല്ലേ, നമ്മളിങ്ങനെ വെള്ളം നിറച്ചിട്ട് ആമ്പലൊക്കെ വെക്കുന്ന അതുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് നമ്മുടെ കാനായിലെ കൽഭരണിയാണ് ഓർമ്മ വരുന്നത്. കണ്ടോ അതുപോലെ ഒന്നേയില്ലേ കൽഭരണി, നല്ല സ്റ്റൈലല്ലേ കാണാൻ. വലിയ ഭരണി കേട്ടോ. അതുപോലെ തന്നെ ഇതാ വേറെ ഒരെണ്ണം ഇതടുത്തത്. ഇത് മുഴുവൻ അത് തന്നെ കേട്ടോ. പല പല സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇതുണ്ടോ സ്റ്റാൻഡ് ഇങ്ങനെ ചെടി വെക്കുന്നത്. അപ്പം എന്ത് രസമാണ് കാണാൻ. എത്ര ചട്ടി വെക്കാം? 1 2 3 4 ചട്ടി ഇതിനകത്ത് വെക്കാം. എന്തൊരു രസമല്ലേ കാണാൻ. ഗാർഡനൊക്കെ ചെയ്യുന്നവർക്ക് ഇവിടെയൊക്കെ വരുവാണെങ്കിൽ ഇഷ്ടം പോലെ വെറൈറ്റി സാധനങ്ങൾ കിട്ടും. ചെടിയും അത് വെക്കാനുള്ള പോട്ടുകളും കണ്ടോ ഭരണികളൊക്കെ ഒത്തിരി ഉണ്ട്. ഇത് തന്നെയാണ് ഈ ഒരു ഇതിനകത്ത് ഫുള്ള് കാണിച്ചേക്കുന്നത്. അടുത്ത ചട്ടി ഇതാണ് നമ്മുടെ ഭരണികൾ. അതെ
പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതെന്തായിരിക്കും? എന്തെങ്കിലും ചെടി വെക്കുന്നതാണോ? എല്ലാം ചെടി വെയിറ്റ് ഇല്ല, അതാണ് എൻ്റെ ഇത്. വെയിറ്റ് ഇല്ലാത്ത സംഭവം ഇത്. ഇതുണ്ടോ എന്ത് ഭംഗിയാ നോക്കിയോ, എന്ത് രസമല്ലേ കാണാൻ. പിന്നെ നമ്മുടെ ടാങ്ക് ഉണ്ടോ, നമ്മൾ പായലും പിന്നെ ആമ്പലൊക്കെ വളർത്തുവാണെങ്കിലുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ആമ, വെള്ളത്തിൽ ആമ ഉണ്ടോ. നമ്മുടെ പുഴക്കല്ല് ഇഷ്ടംപോലെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ നമ്മുടെ പുഴയിലൊക്കെ കാണുന്ന കല്ല് കല്ലില്ല, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ. എനിക്ക് കുറച്ച് ഐറ്റങ്ങൾ ഭയങ്കര ഇഷ്ടം, ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവങ്ങളാണ്. പിന്നെ ബോഗൺവില്ല ഭയങ്കര ഇഷ്ടം, ഞാൻ കാണിക്കാം. അതിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെമ്പരത്തി നിൽപ്പുണ്ട്. ആ ചെമ്പരത്തിയിൽ 2-3 കളറാണ്, അത് ബഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് കണ്ടില്ലേ, ഇത് ചുവപ്പ് കളറ്. ആൽസക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ചെടിയാന്ന് തോന്നുന്നത്. അപ്പോൾ അവള് പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ടോ, ഇഷ്ടമായോ അത്? പിന്നെ അത് ഇഷ്ടം അതുണ്ടോ, വീട്ടിൻ്റെ അകത്തൊക്കെ വെക്കാൻ പറ്റിയ സംഭവങ്ങളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. മുകളിൽ കണ്ടോ ഒരു ചെടി, നമ്മുടെ കള്ളിച്ചെടി പോലത്തെ, പണ്ടൊക്കെ സ്ലേറ്റ് മായ്ക്കാനൊരു ചെടി എടുക്കുമായിരുന്നു, അതുപോലെ എനിക്ക് തോന്നുന്നു. ഇങ്ങോട്ടിങ്ങോട്ട് ഓ ഇവിടെ കണ്ടോ കുറേ ചെടികളുണ്ട്, വ്യത്യസ്തമായ ഇനങ്ങളാണ്. പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് കണ്ട് നമ്മുടെ ആന്തൂറിയം പോലത്തെയാണ്, ആന്തൂറിയം തോന്നുന്നുണ്ടോ. ഇത് എനിക്ക് തോന്നുന്നത് പൂവുള്ളതാണോ എന്ന് അറിയത്തില്ല. ഒരു ജനുവരി പൂവോ അങ്ങനെ എന്തോ ഉണ്ടാക്കുന്ന നല്ല കട്ടിയുണ്ട് ഇതിന്. ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്ലേറ്റ് മായ്ക്കുന്നത് ഇതോ, ഇങ്ങനെ ഒരു സാധനം. ഇതാണോ എനിക്കറിയത്തില്ല. ഇതാ എന്താ സ്റ്റാൻഡിൽ എന്ത് ഭംഗിയോ കാണാൻ നോക്ക്, വള്ളികൾ പോലെ പടർന്ന് പിടിച്ചേക്കുക. ഇങ്ങനെ ഒരു സ്റ്റാൻഡ് നമ്മുടെ മുറ്റത്തൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് എത്ര ചട്ടി തൂക്കിയിടാന്നുണ്ടോ. ഇത് ഭംഗിയാ. സ്ഥലമില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് ഇതൊക്കെ, ഒത്തിരി ഉണ്ട്. വേറെ വേറെയാ, ഒരേപോലത്തെ ഒന്നല്ല, എല്ലാം വ്യത്യസ്തമാണ്. ഓ ഒരു തെങ്ങുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കളറ്, റെഡ് കളർ. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത് സാധാരണയല്ലേ തെങ്ങെന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ അല്ല. നമ്മൾ ഇങ്ങനെ ചെടിത്തെങ്ങെന്ന് തോന്നുന്നു. ഇതുണ്ടോ, ഇതെന്തോ ഒരു മരം, എന്താ അറിയത്തില്ല, പേരൊന്നും എഴുതി വെച്ചിട്ടില്ല അവർ. പിന്നെ ഒരു സംഭവം കാണിക്കാതെ, നമ്മുടെ കടച്ചക്കയില്ലേ, കടച്ചക്കേന് മരം കണ്ടോ. ഓഹോ കണ്ടോ, ഗ്രോ ബാഗിലാണ് നമ്മുടെ കടച്ചക്ക വെച്ചേക്കുന്നത്. ഇപ്പോൾ കായ്ക്കാനായി തോന്നുന്നു കേട്ടോ. ഇതുണ്ടോ നമ്മുടെ കടച്ചക്ക, ഗ്രോ ബാഗിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പറമ്പൊന്നും ഇല്ലെങ്കിലും നമുക്ക് മരമൊക്കെ വളർത്താൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി കേട്ടോ. ഇതുണ്ടോ, ഇതുണ്ടോ, ഞങ്ങൾ അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഞാൻ കാണിക്കാവേ മനോഹരമായ കാഴ്ചകൾ. ഇതുണ്ടോ നമ്മുടെ ബോഗൺവില്ല. ഇതിലില്ല, വേറെ ഇതില് ഒരു ചെടിക്കകത്ത് തന്നെ. ആൽഫയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ, ഇതൊരു ഭംഗിയാകും. പിന്നെ അടുത്ത കാണിക്കാവേ, അതിന്റെ വെള്ള ഇവിടെ ഉണ്ട്, എല്ലാ കളറും ഉണ്ട് കണ്ടോ. അടുത്ത കാണിക്കാം. ഇതാണോ, ഓറഞ്ച്. പിന്നെ ഇതാ അടുത്തത് വരുന്നു, ഇതാ വേറൊരു ഓറഞ്ച്. ഒരു ഇതുന്നുണ്ട്, ഈ കമ്പി കെട്ടിയിട്ടാണ് ഇവര് റൗണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടോ. ഇതിൻ്റെ അകത്ത് ചുറ്റും കമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിത് റൗണ്ടായിട്ട് കൊടുത്തേക്കോ, നല്ല ഭംഗിയാ കാണാൻ. ഒരു എന്താ കൊട പോലെ ആയിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറല്ല, ബോഗൺവില്ലയോട് എനിക്ക് എന്തോ ഭയങ്കര ഒരു സ്നേഹമാണ്, എന്താ അറിയില്ല. ഫേവറേറ്റ് കളറും ഇതല്ലേ. എല്ലാ കളറും ഇഷ്ടം, എല്ലാ കളറും ഭയങ്കര ഇഷ്ടമാണ്. ബോഗൺവില്ല എനിക്ക് എന്താ അറിയില്ല, ഇത് നമുക്ക് എന്ത് ഭംഗിയാ കാണാൻ, കളറ് കാണാൻ എനിക്കിഷ്ടമാണ്. അതെല്ലാവരും ഇല്ലേ ഒരു ഇങ്ങനെ കമ്പി കെട്ടിയിട്ട് റൗണ്ടായിട്ട് ഇങ്ങനെ കൊടുത്തേക്കുവാണ്. പിന്നെ ഇത് അടുത്ത ഒരു ചെടിക്കകത്താണ് നട്ടേക്കുന്നത്. ഇതുണ്ട്, ഒരു ഇലച്ചെടി ഉണ്ട്, ഇലച്ചെടിക്കകത്താണ് നട്ടേക്കുന്നത്. അടുത്തത് ഇതൊരു ബോണസായി മരമോ, നമ്മുടെ ബോഗൺവില്ല തന്നെയാന്ന് തോന്നുന്നു കണ്ടോ. അതിൻ്റെ
അതിൽ തന്നെ പല കളറും ഉണ്ട് കേട്ടോ. വൈറ്റ് ഉണ്ട്, ലൈറ്റ് പിങ്ക് ഉണ്ട്, ഡാർക്ക് ഉണ്ട്, ഓറഞ്ച് കളറുണ്ട്. പല കളറും എല്ലാ കളറും കൂടി കൊടുത്തേക്കണം. മുകളിലാണെങ്കിൽ ഒരു കുട പോലെ നിൽക്കുവാണ്. പിന്നെ താഴത്തെ ഒന്നുമില്ല, മുകളിൽ അവരങ്ങനെ ആക്കി വെച്ചേക്കുവാണ്. ഇപ്പം ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇവരോട് പറഞ്ഞ ഇവർ വന്ന് ചെയ്തു തരും. ഇതുപോലെ കണ്ടോ എന്ത് ഭംഗിയാ, പല പല കളറാ. വ്യത്യസ്തമായ എന്തോ ഉള്ളിലോട്ട് ഇച്ചിരി കൂടെ പൂവുണ്ട്. ഇത് കണ്ടോ മുരിങ്ങയില പോലെയുണ്ട്. ശരിക്കും കണ്ടാൽ മുരിങ്ങയിലയും മുരിങ്ങപ്പൂവും പോലെയുണ്ട്. പക്ഷെ ഇതെന്താ സംഭവം അറിയത്തില്ല. അല്ലല്ല, ഇത് ബോഗൺവില്ലയല്ല. നല്ല രസാ കാണാൻ, സൂപ്പർ കാഴ്ചകൾ അങ്ങോട്ട്. അയ്യോ ഒരു ചെടിക്കകത്ത് എത്ര കളറാ കണ്ടോ. ഒരു ചെടിക്കകത്ത് എത്ര കളറാന്ന് കണ്ടോ. ഒരേ ഒരു ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ചെടി. ഇതിനകത്ത് വരുന്ന കളറുകളാണ് ഇത് മുഴുവനും. കണ്ടോ നമ്മുടെ പിങ്ക് ഉണ്ട്, ചുമപ്പുണ്ട്, ഓറഞ്ച് ഉണ്ട്, മഞ്ഞയുണ്ട്, വെള്ളയുണ്ട്, പല പല കളർ. എന്ത് ഭംഗിയാന്ന് പറയും കാണാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ബോഗൺവില്ല. റോസപ്പൂ അതിനേക്കാളൊക്കെ ഇഷ്ടം എനിക്ക് ബോഗൺവില്ലയാണ്. അപ്പോൾ ആൽഫ എങ്ങനെ കളിയാക്കും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ചെടി ഇതാന്ന് പറഞ്ഞിട്ട്. കണ്ടേ ഈ സൈഡിലും അതുപോലെ ഉണ്ട് കേട്ടോ. കാണിക്കാവേ, ഒത്തിരി ഉണ്ട്. ഇത് തന്നെ കേട്ടോ ഇതിലിവിടെ കൂടുതലും വെച്ചേക്കുന്ന ഒരു ചട്ടിക്കകത്ത്. ഇതിനൊക്കെ നല്ല പൈസ ആയിരിക്കും. നമ്മൾ വന്ന കടയുടെ മുന്നിൽ വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതൊരു ബോൺസായി മരം കണ്ടോ, നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ദൊഡ്ഡാൽമർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് നമ്മുടെ കെങ്കേരി റോഡ് മജസ്റ്റിക്കിൽ നിന്ന് 28 കിലോമീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുഴുവനും ചെടി ഗാർഡനാണ്. നമ്മൾ ഈ കേരളത്തിലോട്ടൊക്കെ ഇവിടെ നിന്ന് ഇഷ്ടം പോലെ ചെടികൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചെടികളൊക്കെ കൊണ്ടുപോകാം. അപ്പം കുറേ വണ്ടികളൊക്കെ ഇവിടെ വന്നിട്ട് ചെടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് നാട്ടിലോട്ട്. ഇതുപോലെ കുറേ നഴ്സറികൾ ഇവിടെ ഉണ്ട്. 10-25ഓളം ഉണ്ടെന്ന് തോന്നുന്നു. പോകുന്ന വഴിക്ക് മുഴുവനും ഇതുപോലെ കാണുന്നത് കണ്ടോ. ഇത് നമ്മുടെ സീനിയ പൂക്കളാണ് കേട്ടോ. നമ്മൾ നാട്ടിലൊന്നും കാണാത്ത തരം പൂക്കൾ കണ്ടോ, എന്തോരം കളറുകളാണ്. അപ്പോൾ ഇവിടുന്ന് ഒത്തിരി കയറ്റുമതി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ വണ്ടി വന്ന് കിടപ്പുണ്ട്. ഞങ്ങളിവിടെ വന്നപ്പം കേരളത്തിലെ നമ്മുടെ ലോറി വന്ന് കിടപ്പുണ്ട് ചെടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടോ വെറൈറ്റി ആയിട്ടുള്ള സീനിയ പൂക്കൾ ഇവിടെ മുഴുവനും. പിന്നെ നമ്മളെല്ലാം തന്നെ ഒന്നും പിടിച്ചില്ല കേട്ടോ. ഒത്തിരി രാത്രിയായിരുന്നു, ഞങ്ങൾക്ക് പോകാൻ സമയമായതുകൊണ്ട്. പിന്നെ ഇതൊരു തരം ചീരയാ പൂക്കളുള്ള. ഇന്നത്തെ കാഴ്ചകൾ ഞങ്ങളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ നമ്മുടെ വ്യത്യസ്തമായ കാഴ്ച കേട്ടോ. അത് പൂവൊന്നുമല്ല, നല്ല വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ തന്നെയുള്ള കാഴ്ചയാട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.